കുടുംബത്തിൻ്റെ പ്രത്യേകത മൂന്നെണ്ണമാണ്. ഒന്ന്, സമാധാന നിവാസം. രണ്ടാമത്തെ എന്തുവാ? നിർഭയ വസതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലളിതമായി പറയാം, സാത്താന്യ സാന്നിധ്യമില്ലാത്ത വീട്. നമ്മുടെ വീട് എന്തോ ആയിരിക്കണം? സാത്താൻ്റെ സാന്നിധ്യം ഉണ്ടാകരുത്. ദൈവമക്കൾ, ദൈവത്തിൻ്റെ മക്കൾ പാർക്കുന്ന വീട്ടിനകത്ത് പിശാചിനിടം കൊടുക്കരുത് ഒരു കാരണവശാൽ. പിശാച് പാർക്കത്തക്ക നിലയിലുള്ള ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാകരുത്. ശ്രദ്ധിച്ചു കേട്ടോണം, തുറന്നു പറയാൻ ഞാൻ. അനധികൃതമായത് വല്ലതും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിശാച് മാറത്തില്ല വീട്ടിൽ നിന്ന്. നമ്മുടെ വീട്ടിൽ എന്തോ പാടില്ല? അനധികൃതമായതെന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട വല്ലതും വീട്ടിലുണ്ടോ, പിശാച് അവകാശം പറഞ്ഞ് അതിനകത്ത് തന്നെ കയറും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും മയില്, കുയില്, ആന, ഒട്ടകം തുടങ്ങിയുള്ള ജീവികളുടെ രൂപങ്ങളുണ്ടോ? വിഗ്രഹമായിട്ട് കൊണ്ടുവച്ചതല്ല. നമ്മൾ പിക്നിക്കിന് പോയപ്പം, എക്സ്കർഷന് പോയപ്പം പിള്ളേർ വാങ്ങിച്ചുകൊണ്ട് വന്ന മയില് കാണാൻ കൊള്ളാം, കുയില്, ആന. ഇന്ന് ക്യാമ്പ് കഴിഞ്ഞ് എന്തിന് തല്ലി ഉടച്ച് ദൂരെ കളയണം അതിനെ. അത് ഷോക്കേസിൽ ഇങ്ങനെ വെച്ചേക്കുക നമ്മൾ. പിശാച് ശരീരകാംക്ഷിയാണ്. പിശാച് കയറും. ഡെറിക് പ്രിൻസിൻ്റെ ഒരു പുസ്തകമുണ്ട്, അദർശ്യ ശക്തികൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. വായിച്ചു നോക്കണം നിങ്ങളതൊക്കെ. ദൈവ പൈതലിൻ്റെ വീട്ടിൽ ആകാശത്തിൽ ഉള്ള പക്ഷികളുടെയോ വെള്ളത്തിലുള്ള ജന്തുക്കളുടെയോ ഭൂപ്പരപ്പിലുള്ള ഒരു മൃഗത്തിൻ്റെയും രൂപം ഉണ്ടാക്കരുത്. ദൈവത്തിൻ്റെ പ്രമാണമാണ്, ഒന്നിൻ്റെയും രൂപം ഉണ്ടാകരുത്. പിന്നെന്തിനാ നമ്മൾ ഈ ആനയും കുയിലും മയിലും ഒട്ടകവും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചേക്കുന്നത്? ഒന്നും വാങ്ങിക്കരുത്. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ യാത്ര പോകുമ്പോഴൊക്കെ ഇങ്ങനെയുള്ളതിനൊന്നും കാശ് മുടക്കരുത്. ഇങ്ങനെയുള്ളതൊന്നും നമ്മുടെ വീട്ടിലുണ്ടാകരുത്. നമ്മളറിയാതെ തന്നെ പിശാചിൻ്റെ സാന്നിധ്യം അതിനകത്ത് വരും. മനസ്സിലാകുന്നുണ്ടോ? ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ, മന്ത്രവാദ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള ചിലതും ചില വീടുകളിലൊക്കെ ഉണ്ടാവും. ഈ പറയപ്പെട്ടതൊന്നും നമ്മുടെ വീട്ടിലുണ്ടാകരുത്. ഈ ജൗളിക്കടയിൽ നിന്ന് കിട്ടുന്ന കലണ്ടറൊക്കെ ശ്രദ്ധിച്ച് വാങ്ങിക്കണം. നമുക്ക് ചോയ്സ് ഉണ്ട്. അവർ തരുന്ന പൊതിഞ്ഞോണ്ടെങ്കിൽ പോരരുത്. അവർ തരുന്നത് പൊതിഞ്ഞോണ്ടെങ്കിൽ പോകുന്നു. ഇവിടെ വന്ന് നോക്കി ആണിയടിച്ച് തൂക്കി ഇട്ടപ്പോഴാ 16 കയ്യുമായിട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ നിൽക്കുക അതിനകത്തൊരു അത്ഭുത ജീവി. അയ്യോ, ഇതായിരുന്നോ ഞാൻ ചുമന്നുകൊണ്ട് വന്നേ. പിന്നെ എന്നെ ചെയ്യാൻ പറ്റും? വലിച്ചു ദൂരെ കളയണം. ചിലക്കതൊക്കെ തൊടാൻ പിന്നെ പേടിയാണ്. അയ്യോ, ഇതായിരുന്നോ എൻ്റെ ദൈവം, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ അവിടെ കിടന്നോട്ടെന്ന് അതിൻ്റെ മീതെ മനോരമയും കൂടെ കൊണ്ടിട്ട് ഇപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുക. പണി കിട്ടും നമുക്ക്. 8ൻ്റെ പണി, 8 അല്ല 18ൻ്റെ പണി കിട്ടും. ഇനിയും വീടിന് സാത്താന്യ സാന്നിധ്യം വരാൻ വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ അനധികൃതമായി പെങ്ങൾക്ക് പോകേണ്ട വസ്തു നമ്മുടെ കയ്യിലുണ്ടോ? ആങ്ങളയ്ക്ക് പോകേണ്ടത് നമ്മൾ വിദഗ്ധമായി അടിച്ചു മാറ്റിയിട്ടുണ്ടോ? ഉപ്പാപ്പന് പോകേണ്ടത്, കൊച്ചമ്മയ്ക്ക് പോകേണ്ടത് അമ്മാച്ചൻ്റേതായിരുന്നു. നമ്മൾ ചങ്ങല വലിക്കാൻ വന്നവന് കരിക്കും വെട്ടി കൊടുത്ത്, കോഴിക്കറിയും വെച്ച് കൊടുത്ത്, കപ്പയും വേവിച്ച് കൊടുത്ത് നമ്മൾ അവനെ വസൂലാക്കിയപ്പം ആ പ്ലാവും ആഞ്ഞിലിയൊക്കെ നമ്മുടേതായി മാറിയിട്ടുണ്ടെങ്കിൽ പിശാച് പണി തരും. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവനും നമ്മളുടെ വിയർപ്പിൻ്റെ വിലയാകണം, വേറെ ആരുടേതുമാകരുത്. വസ്തു വളർന്നാൽ അത് നമുക്കുള്ളത് മാത്രം. പെങ്ങൾക്ക് അതിനകത്ത് കണ്ണുനീരിൻ്റെ ഒരു വകയില്ല, ആങ്ങളയ്ക്ക് അതിനകത്തൊന്നുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ചേട്ടൻ്റേത് അടിച്ചു മാറ്റി അനിയൻ, അനിയൻ്റേത് അടിച്ചു മാറ്റി ചേട്ടൻ, ഇങ്ങനൊക്കെ ഒത്തിരി ഇടങ്ങളുണ്ട്. പലരുടെയും സമ്പാദ്യങ്ങൾക്കകത്ത് അവരുടെ വിയർപ്പല്ല, വേറെ ആരുടെയൊക്കെയോ വിയർപ്പാണ്. അവർ സ്വയം അങ്ങ് ഒഴിഞ്ഞത്. ഓ, ചേട്ടനോട് മത്സരിക്കാൻ ഞാനില്ല, അവനെടുത്തോട്ടെ, ആ പ്ലാവ് വേണേ അവനങ്ങ് എടുത്തോട്ടെ, ആഞ്ഞിലി വേണേ അവനങ്ങ് എടുത്തോട്ടെ എന്നും പറഞ്ഞ് അനിയൻ ഒഴിഞ്ഞതാകാം, ചേട്ടൻ ഒഴിഞ്ഞതാകാം, പെങ്ങൾ ഒഴിഞ്ഞതാണ്. എൻ്റെ കുഞ്ഞാങ്ങളെയല്ലേ, അവൻ എന്നോടല്ലാതെ പിന്നെ ആരോടാ? നാട്ടുകാർക്ക് എടുക്കാൻ പറ്റുമോ? അവൻ എൻ്റെ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് പെങ്ങൾ വഴക്കുണ്ടാക്കാതെ ഒഴിഞ്ഞത് കൊണ്ട് നമ്മൾ മിടുക്കനായതാണെങ്കിൽ ആരവകാശം പറയും? നമുക്കുള്ളത് പോക്കറ്റിൽ കുത്തിയിരിക്കുന്നൊരു പേന പോലും വേറെ ആരുടേതുമാകരുത്. അടിച്ചു മാറ്റി ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാകരുത്. കണ്ടിഷ്ടപ്പെട്ടു, നമ്മളതിങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഒരു പേനയെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിശാച് എന്തോ ചെയ്യത്തില്ല, മാറത്തില്ല. പിശാച് മാറാത്ത ആ അവസ്ഥയുള്ള വീട് നിർഭയ വസതിയാകത്തില്ല. ആരുണ്ട് കൂടെ? പിശാചുണ്ട് കൂടെ. നിൻ്റെ വീട്ടിൽ നിനക്കെന്തുണ്ടെന്നൊരു ചോദ്യം ആര് ചോദിച്ചതാ? ആരാ അങ്ങനെ ചോദ്യം ചോദിച്ചത്? പാസ്റ്റേഴ്സ് പറഞ്ഞേ. എലിശ ചോദിച്ചതാണ്. ആരോട്? വിധവയായ സ്ത്രീയോട്. ആ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എന്താ ഉത്തരം പറയുക? നിൻ്റെ വീട്ടിൽ നിനക്കെന്തുണ്ട്? പെങ്ങളുടെ 1 സെൻറ്റ് സ്ഥലം എൻ്റെ കയ്യിലുണ്ട്, ആങ്ങളുടെ 1 സെൻറ്റ് സ്ഥലം എൻ്റെ കയ്യിലുണ്ട്,
അളിയനെ കളിപ്പിച്ച് ഞാൻ അടിച്ചു മാറ്റിയത് എൻ്റെ കയ്യിലുണ്ട്. നിൻ്റെ വീട്ടിൽ നിനക്കെന്തുണ്ടെന്ന ചോദ്യം നമ്മുടെ മനസാക്ഷിക്ക് നേരെയുള്ള വെല്ലുവിളിയായി നമ്മൾ ഏറ്റെടുക്കണം. ആ ചോദ്യത്തിന് തൻ്റെ ഇടത്തോടെ പറയണം, എനിക്കുള്ളത് എൻ്റെ കയ്യിലുള്ളൂ, വേറെ ആരുടെയും എൻ്റെ കയ്യിലില്ല, എൻ്റെ കർത്താവ് എനിക്ക് നൽകിയത് മാത്രം. എൻ്റെ പറമ്പിലെ ഒരു മരം പോലും വേറെ എങ്ങോട്ടും പോകേണ്ടതല്ല, അതിനകത്ത് ഞാൻ നട്ടു വളർത്തിയത്, അല്ലെങ്കിൽ എൻ്റെ പിതാവ് എനിക്ക് തന്നതെന്ന് പറയാൻ നമുക്ക് കഴിയണം. കൃത്രിമത്വം ഉപയോഗിച്ച് ഞാൻ അടിച്ചു മാറ്റിയതല്ല എന്ന് പറയാൻ കഴിയണം. ജോലിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ശമ്പളമല്ലാതെ ഒരു രൂപ പോലും ഒരു മനുഷ്യനും നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിനും കിമ്പളമായി വാങ്ങരുത്. മനസ്സിലായില്ലേ? ശമ്പളത്തെ തൊടാതെ അനധികൃത സമ്പാദനം കൊണ്ട് ഉപജീവിക്കാൻ കഴിയുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നറിയോ? എന്തെങ്കിലും കാശ് കൊടുക്കാതെ ഒരു കുഞ്ഞു പേപ്പർ പോലും ഓഫീസിൽ നിന്ന് ലഭിക്കപ്പെടത്തില്ലെന്നൊരു സ്ഥിതിവിശേഷമുണ്ട് ഇപ്പം. ഓൺലൈൻ ഉണ്ടെങ്കിലും ഞാൻ തുറന്നു പറയുകയാണ്. എത്ര പ്രാവശ്യം കയറി ഇറങ്ങണം ഓഫീസ്, കാണേണ്ടതുപോലെ കണ്ടാൽ ഓക്കെയാണ്, കാണേണ്ടതുപോലെ കണ്ടാൽ. അങ്ങനെ വാങ്ങുന്നത്, അതുകൊണ്ട് വാങ്ങിയതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തോ ആകത്തില്ലത്, ശുഭമാകത്തില്ല. തുറന്നു പറയാൻ ഞാൻ, നമ്മുടെ വീടിന് മുറ്റത്ത് വളർത്തി വലുതാക്കിയ ചെടിയുണ്ടല്ലോ, അതുപോലും നേരമണ്ണം വന്നതല്ലെങ്കിൽ അത് കുഴപ്പമാവും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ നട്ടതായിരിക്കണമെന്ന് പറയുമ്പോഴും രാത്രിയിലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആരും കാണാതെ ഓടിച്ചോണ്ട് ഇങ്ങോട്ട് വെച്ചുകൊണ്ട് വന്നിട്ട് മുറ്റത്ത് കുത്തിയതാണ്. കാരണം ഈ വുമൺസ് ബോർഡിന് ഒരു തത്വശാസ്ത്രമുണ്ട്. എന്തോന്നറിയോ? വുമൺസ് ബോർഡ് എന്ന് പറഞ്ഞാൽ മൊത്തം സഹോദരി വൃന്ദത്തിന് തത്വശാസ്ത്രമുണ്ട്. ചെടി ചോദിച്ചു വാങ്ങിച്ചാൽ പച്ച പിടിക്കത്തില്ല, കട്ടൊടിച്ചു കുത്തണം. ചെടി കട്ടോണ്ട് വന്ന് കുത്തിയാൽ ഓർത്ത് വളരുമെന്ന്. പല വീടിൻ്റെ മുറ്റത്ത് മാർത്ത് നിൽക്കുന്ന പലതും കട്ടൊടിച്ചു കുത്തിയതാണ്. മനസ്സിലായോ? അതിൻ്റെ ചുവട്ടിൽ ആര് വസിക്കുന്നുണ്ട്? അതാണ് കുഴപ്പം. അതുകൊണ്ട് ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരില പോലും വേറെ ആരുടേതുമല്ല, എൻ്റേതാണെന്ന ഉറപ്പുണ്ടെങ്കിൽ പിശാചിന് അവകാശം പറയാനൊന്നുമില്ല. അപ്പോൾ ഒന്ന്, അനധികൃതമായ സ്ഥാവര ജംഗമ വസ്തുക്കൾ. രണ്ട്, വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട്. മൂന്നാമത്തെ കനത്ത ഒരു ചിന്ത കൂടെ പറയാം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ അഗ്നിമയമായ കണ്ണുകളുടെ മുമ്പിൽ വിശുദ്ധമല്ലെങ്കിൽ ഈ ശരീരം ആർക്കുള്ളതാ? അല്ല, വിശുദ്ധമല്ലെങ്കിൽ ആർക്കുള്ളതാ? പിശാചിനുള്ളതാ. പിശാച് അവകാശം പറയും. ഇത് കൂടെ പലതിനും ചിലതിനുമൊക്കെ മാറ്റുന്നതാണ്, അത് എനിക്കുള്ളതാണ്. പിളർക്കപ്പെടാത്ത ശരീരത്തിൻ്റെ മേൽ എന്തോ ഇറങ്ങിയെന്നാണ് വായിക്കുന്നത് അബ്രഹാമിൻ്റെ യാഗത്തിൽ. റാഞ്ചനിറങ്ങി. നമ്മുടെ ശരീരം പിളർക്കപ്പെട്ടതാണ്. നമ്മുടെ ശരീരം കർത്താവിനുള്ളതാണ്. ഒരു വിവാഹിതയായ ഒരു സ്ത്രീയുടെ ശരീരം ഒന്ന് കർത്താവിനുള്ളതാണ്, രണ്ട് ഭർത്താവിനുള്ളതാണ്, മൂന്ന് ആ ശരീരത്തിൻ്റെ മുഴുവൻ അധ്വാനവും അവിടെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്, അവിടെ മാതാപിതാക്കൾക്കുള്ളതാണ്, അവിടെ സഭയ്ക്കുള്ളതാണ്, അവിടെ സമൂഹത്തിനുള്ളതാണ്. പക്ഷേ ഈ ശരീരത്തെ അനുഭവിക്കാൻ, ലൈംഗികമായി അനുഭവിക്കുവാൻ ഭർത്താവിന് മാത്രം അവകാശം. ഒരു പുരുഷൻ്റെ ശരീരം കർത്താവിനുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയ്ക്ക് മാത്രമുള്ളതാണ്. മനസ്സിലായില്ലേ? നാടുവഴി പോകുമ്പോഴെല്ലാം കാണുന്ന ഭാര്യമാരുടെ അല്ല. ഒരു പുള്ളി ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കാതെ. അല്ലാതെ ഇപ്പം എന്തോ ചെയ്യാനാ? അത് ഭാര്യയോട് സംസാരിച്ചാൽ മതി. ഭാര്യയോട് 10-25 മിനിറ്റ് അങ്ങ് സംസാരിക്കും. 25 മിനിറ്റ് ഭാര്യയോട് എന്നാ സംസാരിക്കാനാ? ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഷോർട്ടാണല്ലോ അല്ലേ? എന്നാ ഉണ്ട്, മഴയുണ്ടോ? ഇല്ല. എന്നാ വെച്ചാലേ, ഞാൻ പിന്നെ വരാം, അത്രേ ഉള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഭാര്യയോട് ഇങ്ങനെ 25 മിനിറ്റ് സംസാരിക്കാൻ എന്തോ വിഷയം? അപ്പോഴാണ് മറ്റേ പുള്ളി വിശദീകരണം കൊടുക്കുക, അത് സ്വന്തം ഭാര്യയോടല്ലോ, വേറെ ആരുടെയെങ്കിലും ഭാര്യയോട് സംസാരിക്കുക. അപ്പം നിങ്ങൾക്ക് ചാർജ് തീരുന്നിടം വരെ എന്തോ ചെയ്യാം? അതാണ്. അപ്പം സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ വിഷയ ദാരിദ്ര്യമാണെങ്കിൽ, ഇതാ സ്വന്തം ഭർത്താവിനോട് സംസാരിക്കാൻ എവിടെ ആയി മനുഷ്യ നിങ്ങൾ? അത് ഞാൻ പാറശാല എത്തി, അപ്പം 10-15 മിനിറ്റ് മുമ്പ് വരുമായിരിക്കുമല്ലോ അല്ലേ, 15 മിനിറ്റ് എടുക്കുമായിരിക്കുമല്ലോ, എന്നാൽ ആയിക്കോട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. വേറെ കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ശുഷ്കിച്ച അനുഭവമാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താ? ശരീരം കർത്താവിനുള്ളത് ഒന്ന്, രണ്ട് ഭർത്താവിനുള്ളത് അല്ലെങ്കിൽ ഭാര്യയ്ക്കുള്ളത്. വേറെ ഒരാവിഹിതമായ ഇടപാട് ഇതിനകത്ത് വരാതിരുന്നാൽ പിശാചിന് അവകാശം പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിശാച് എന്തോ ചെയ്യും? ബന്ധിക്കും. ശിംശോന്റെ ശരീരം ഇസ്രായേലിനുള്ളതായിട്ട് ദൈവം കൊടുത്ത ന്യായാധിപൻ്റെ ശരീരമാണ്.
അതിനകത്ത് ആരോഗ്യം. സിംഹത്തെ കീറി എറിയാൻ, 300 കുറുക്കന്മാരെ പിടിച്ച് കെട്ടാൻ, ഒരു നഗര കവാടം മുഴുവനും ഒറ്റയ്ക്ക് പറിച്ചെടുത്ത് അങ്ങേ മലയെ കൊണ്ട് നാട്ടാൻ ഒക്കെ കരുത്തുള്ളൊരു ശരീരമാണ്. ഈ ശരീരത്തെ ദുർവിനിയോഗം ചെയ്തപ്പോഴാണ് അവിടുത്തെ ഒരു പഞ്ചായത്ത് പെണ്ണുമ്പിള്ളയുണ്ട്, എന്തോ അവിടെ പേര്, ദലീല. അവിടെ കട്ടിലെ വെച്ച് ഇവനെ കെട്ടി. ഉപദേശി ഇപ്പം എവിടെ പോയി കിടക്കുന്നു? ഇവന് കട്ടിൽ കൊടുത്തിട്ടുണ്ട്. സാധാ കട്ടിലല്ല, സപ്രമഞ്ച കട്ടിലാണ്. ഇസ്രായേലിൻ്റെ ന്യായാധിപൻ എന്ന നിലയിൽ രാജകീയ പദവിയാണ് അവൻ്റെ കിടക്കാടം, അവൻ്റെ ഇരിപ്പിടം, അവൻ്റെ നടപ്പിടം എല്ലാം ഗംഭീരമാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്ത് VIP ആണ്. 12 ഗോത്രങ്ങളുടെ ന്യായാധിപനെ താങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വീട്, അവൻ്റെ കിടക്ക, അവൻ്റെ ഫെസിലിറ്റീസ് അത്ര ഭയങ്കരമായിരിക്കും. ഇതെല്ലാം കളഞ്ഞിട്ടാണ് ആ പെണ്ണുമ്പിള്ളയുടെ കട്ടിലിൽ വെച്ച് അവനെ കെട്ടുന്നത്. അപ്പം നമ്മൾ കെട്ടപ്പെടുന്നത് ശരീരത്തിൻ്റെ അശുദ്ധി നിമിത്തമായിരിക്കും. ആ കെട്ടുന്ന ഏതാണെന്നും കൂടെ പഠിച്ചോണം. കെട്ടുന്നത് ഇതുപോലെ കയറ് കൊണ്ടായിരിക്കണമെന്നില്ല, മാരക രോഗങ്ങൾ കൊണ്ടാകാം, വലിയ ദുരന്ത അപകടങ്ങൾ കൊണ്ടാകാം. പിശാച് പണി തരുന്ന അതൊക്കെ കർത്താവ് കൈവിട്ട് കളഞ്ഞു. അത് കഴിയുമ്പോൾ നമുക്ക് വന്നു ഭവിക്കുന്ന ഈ ദുരന്തങ്ങൾ ഓർത്തോണം. ഭയങ്കര കടക്കണികൾ, ഇതൊക്കെ പിശാചിൻ്റെ കയറുകളാണെന്ന് പഠിച്ചോണം. ഊരിപ്പോരാനാവാത്ത ബന്ധനങ്ങളിൽ പെട്ടുപോകും നമ്മളൊക്കെ. ഒരു തരത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കേസ്, വഴക്ക്, ലോക്കപ്പ്, കോടതി, പോലീസ് ഒക്കെ വന്ന് കയറും. വാട്സപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആളുകൾ വലിച്ച് കീറി നാശകോശമാക്കും. മനസ്സിലായില്ലേ? അത് വരാതിരിക്കേണ്ടതിന് ഓർത്തുകൊള്ളണം, നമ്മുടെ ശരീരം, നമ്മുടെ വീട്, നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം എന്തോ ആയിരിക്കണം? സാത്താൻ അവകാശം പറയാത്തതാകണം. ജയിച്ച ഒരു ശരീരം, യോഗ്യതയുള്ളൊരു ശരീരം, കൃത്യമായി കണക്കുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥിതി ഉണ്ടാകണം. നമ്മുടെ കണക്ക് പുസ്തകത്തിൻ്റെ അടിയിൽ ആരൊപ്പിടണം? ദൈവം. ശ്രദ്ധിച്ചു കേട്ടോ, നമ്മുടെ സാമ്പത്തിക കാര്യത്തിന് സാക്ഷിയാകേണ്ടത് ദൈവമായിരിക്കണം. മനസ്സിലായോ? കണക്ക് പുസ്തകത്തിന് ദൈവത്തെ സാക്ഷിയാക്കുന്ന ഒരേ ഒരു ദൈവദാസൻ ആരാന്നറിയോ? പൗലോസാണ്. വായിച്ചേ 1 തെസ്സലോനിക്കർ 2:5 വാക്യം വായിച്ച്. 1 തെസ്സലോനിക്കർ 2:5. 1 തെസ്സലോനിക്കർ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല എന്നതിന് ദൈവം സാക്ഷി. കണക്ക് പുസ്തകത്തിന് ആരാ സാക്ഷി? പിശാച് നമ്മളെ അപകരിക്കാതിരിക്കണമെങ്കിൽ, പിശാച് നമ്മളെ തോണ്ടാതിരിക്കണമെങ്കിൽ 5 നയാ പൈസയുടെ കൃത്രിമം ഉണ്ടാകരുത്. വീട്ടുകാര്യത്തിനാണെങ്കിലും ഭാര്യയ്ക്കറിയണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി, കുഞ്ഞുങ്ങൾക്കറിയണം, ഭർത്താവിനറിയണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, എത്ര കയ്യിൽ വന്നു, എത്ര ചിലവഴിച്ചു, എന്തിനൊക്കെ ചിലവഴിച്ചു, ബാക്കി എത്രയുണ്ട്, ഇതെല്ലാം അറിയണം. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിനകത്ത് ഏറ്റവും വമ്പൻ പരാജയമാണ് ഞാൻ. തുറന്നു പറയാം, ഞാൻ ക്ലാസ് ആയതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. എന്തെങ്കിലും കാശ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ പലതും ചിലതും കാണുമ്പോൾ ഭാര്യയ്ക്ക് വാങ്ങിച്ചാൽ എന്നാ, കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചാൽ എന്താണെന്നൊക്കെ തോന്നും എനിക്ക്. ഞാൻ പിന്നെ അവരോടുള്ള സ്നേഹം കൊണ്ട് പലതും ചിലതും വാങ്ങിക്കും. അങ്ങനെ കാശ് കയ്യിൽ നിന്ന് മിക്കവാറും അങ്ങനെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന കാശ് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന ആ കവർ തുറന്നു പോലും നോക്കാതെ നേരെ കൊണ്ടുവന്ന് പ്രിയപ്പെട്ടവരുടെ കൈ കൊടുക്കും. പുള്ളിക്കാരിയാണ് ഞങ്ങളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി. എനിക്കെവിടെയെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ വണ്ടിക്കൂലി സഹിതം പുള്ളിക്കാരിയുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പോവുക. മനസ്സിലായില്ലേ? ധനകാര്യം നമ്മൾ ചെയ്യുന്നത് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അതിന് കരുത്തുള്ള ഭാര്യ ഏൽപ്പിക്കണം. ഭാര്യ ചെയ്യുന്നത് ശരിയാകുന്നില്ല, എങ്ങും എത്തുന്നില്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ കാര്യം പോകണം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇതിൻ്റെ എല്ലാം വരവ് ചെലവ് നീക്കി ബാക്കി ഇതിൻ്റെ എല്ലാം കണക്ക് ആർക്കറിയണം? ദൈവത്തിന് ഒപ്പിടാൻ പറ്റുന്നൊരു കണക്കായിരിക്കണം. ഇവിടെ പൗലോസ് പറഞ്ഞത് കേട്ടോ, സാമ്പത്തികത്തിൽ ഞാൻ എന്തോ ചെയ്തിട്ടില്ല, ഒരു ഉപായവും പ്രയോഗിച്ചിട്ടില്ല. എത്ര കർത്താവിന് വേണ്ടി കൊടുത്തത്, സഭയ്ക്ക് വേണ്ടി എത്ര കൊടുത്തത്, ദൈവദാസന് വേണ്ടി എത്ര കൊടുത്തേ, വീട്ടു പ്രാർത്ഥനയ്ക്ക് എത്ര ചെലവാക്കി, ഇതിനെല്ലാം കൃത്യമായ കണക്ക് കർത്താവിന് പ്രസാദമാകണം. ഈ ഡക്ക എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. ഡക്ക എന്ന് പറഞ്ഞാൽ 10ാമത്തേതെന്ന. തെർമോസ് എബ്രായ പദം, അതാ തെർമോസ് എബ്രായ പദം. ഡക്ക ഗ്രീക്ക് വേർഡാണ്. അതങ്ങനെ അവർ എണ്ണുന്നത് എന്താണെന്നറിയോ? കുറേ നോട്ട് കയ്യിലോട്ട് വരുന്നു. ഇപ്പം 500 നോട്ട് നിങ്ങൾ എണ്ണുക, 1 2 3 4 ഇങ്ങനെ എണ്ണി വരുമ്പോൾ 10ാമത് എണ്ണുന്ന ആ നോട്ടിൻ്റെ പേരാണ് തെർമോസ്, അല്ലെങ്കിൽ ഗ്രീക്കിൽ ഡക്ക. ആ 10ാമത് വരുന്നുണ്ടല്ലോ,
അവർ മാറ്റി വയ്ക്കും. ഈ കൂട്ടത്തിൽ എണ്ണിയൻ്റെ കൂട്ടത്തിൽ വയ്ക്കത്തില്ല, 10ാമത്തേത്. വീണ്ടും എണ്ണം തുടരുക, വീണ്ടും 10ാമത് വരുന്നത് മാറ്റി വയ്ക്കും. ആ 10ാമത് വരുന്ന എല്ലാം ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാണ്. പറമ്പിൽ കൊലയെല്ലാം കൂടെ വെട്ടി, ആ കൊലയെല്ലാം കൂടെ എണ്ണി തിട്ടപ്പെടുത്തിയേക്കാൻ പറയും. വേലക്കാരൻ വന്ന് എണ്ണുമ്പോൾ മുതലാളി അടുത്ത് നിൽക്കും. 1 2 3 4 5 ഇങ്ങനെ എണ്ണും. 10ാമത്തേത് വരുമ്പോൾ അത് കൂട്ടത്തിലെല്ലാം മാറ്റി വയ്ക്കും. അത് ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. അങ്ങനെയാണ് ആടുമാടുകളിലും കൃഷി വിഭവങ്ങളിലെല്ലാം തെർമോസ് ദശാംശമാണ്, 10ാമത്തേതാണ്. അപ്പം കൃത്യമായിട്ട് ഇങ്ങനെ കൊടുക്കണം. ഈ ദശാംശം എവിടെ പോകണമെന്നറിയാമോ? വല്ല ടീമിനും അവിടെ ഇവിടെയൊന്നും കൊടുക്കരുത്. നിങ്ങളുടെ സ്ഥലം സഭയ്ക്കകത്ത് തന്നെ കൊണ്ടുവരണം. ചിലർ ദശാംശം കൈകാര്യം ചെയ്യുന്നത് അബദ്ധമാണ്. പിന്നെ ഇത്രയും രൂപ പാസ്റ്റർക്ക് തന്നെ കൊണ്ട് കൊടുക്കാനോ? വേണ്ട, അത് വീതിച്ച് പലയിടത്ത് കൊടുക്കുക. നോ, അങ്ങനെ ചെയ്യരുത്. ദശാംശം കൃത്യമായിട്ട് എവിടെ വരണം? യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷകൻ്റെ ശമ്പളമാണ് ദശാംശം എന്ന് ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അത് ലേവ്യർക്കുള്ള ശമ്പളം, അങ്ങനെ തന്നെ വാക്യമുണ്ട്. മനസ്സിലായോ? പിന്നെ നിങ്ങൾ സാധുജനസഹായം, പോപ്പിക്കൂടെ വാങ്ങിച്ചു കൊടുക്കണം, സ്കൂബിയുടെ വാങ്ങി വാങ്ങിച്ചു കൊടുക്കണം, സ്കൂൾ തുറക്കുമ്പോൾ പിള്ളേർക്ക് കൊടുക്കണം. ഇതൊന്നും ദശാംശത്തിൽ നിന്നല്ല കൊടുക്കുന്നത്. എല്ലാവരും ദശാംശത്തിൽ നിന്നാണ് ഇതെല്ലാം കൂടെ കൊടുത്ത് രക്ഷപ്പെടുന്നത്. ഞാനും കൊടുത്തല്ലോ എന്ന് പറയും. നോ, തൊട്ടുപോകരുത് ദശാംശം. എണ്ണി വരുന്ന 10ാമത്തേത് നിങ്ങളുടേതല്ല. 10ാമത്തെ ആരുടെയാ? ദൈവത്തിനുള്ളതാ. അത് തൊട്ടുപോകരുത്. അത് കയ്യിൽ ശമ്പളം കിട്ടുമ്പോഴേ മാറ്റണം. അല്ലാതെ ഇറച്ചിക്കാരൻ്റെ ഇറച്ചി പറ്റിയ രക്തം പറ്റിയ നോട്ടും മീൻകാരൻ്റെ ചെതുമ്പൽ പറ്റിയ നോട്ടൊന്നും കൊണ്ട് ആലയത്തിൽ ഇടരുത്. ഫ്രഷായിട്ട് ATM നിന്ന് പൈസ എടുക്കുമ്പോഴേ എണ്ണണം. 10ാമത്തേത് 500ൻ്റെ എണ്ണിയാലും 100ൻ്റെ എണ്ണിയാലും 200ൻ്റെ എണ്ണിയാലും 9 എണ്ണം എണ്ണിക്കഴിഞ്ഞു 10ാമത്തേത് എണ്ണുമ്പോൾ ആർക്കുള്ളതായിരിക്കണം അത്? ഇങ്ങനെ വേണം. ഈ കണക്കെല്ലാം കർത്താവ് നോക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് ഇങ്ങനെ കൊടുത്തു നോക്കി ഭവനം അങ്ങ് അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം നീക്കുപോക്കുണ്ടാവും. ഇങ്ങനൊന്നും കൊടുക്കാതെ ദശാംശം കൂടെ നമ്മുടെ പോക്കറ്റിൽ വെച്ചാൽ അത് അനധികൃത സമ്പാദനമാണ്. അതിൻ്റെ മേൽ ആരവകാശം പറയും? യെസ്. അപ്പോൾ പിശാചിൻ്റെ സാന്നിധ്യം എന്നുള്ള വസ്തുത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ജനം പാർക്കുന്ന വീട്ടിൽ എങ്ങനെയുള്ളതായിരിക്കണം? നിർഭയ വസതിയായിരിക്കണം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യം കൂടെ വായിച്ചേ. യോശുവ 7:12. യോശുവ 7:12. അനധികൃത സമ്പാദനത്തിന് പിശാചിൻ്റെ ആധിപത്യമുണ്ടെന്നുള്ളതിന് ഏറ്റവും കനത്ത തെളിവാണ് 7:12. വായിച്ചേ. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് അടുത്തത്, ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ വസിക്കയില്ല. ദൈവമായ യഹോവ പറയുകയാണ്. എന്താ അവിടുത്തെ ശാപം എന്നറിയാമോ? ആഖാൻ സമ്പാദിച്ച സമ്പാദ്യമാണ്. ആഖാൻ അടിച്ചു മാറ്റിയ ചില വിഭവങ്ങൾ, പൊൻകട്ടി, വെള്ളിക്കട്ടി, ബാബിലോണ്യ മേലങ്കി അടിച്ചു മാറ്റി കത്തിച്ചു കളയാൻ ദൈവം വിട്ടതാ. ഇത് മൂന്നും കണ്ടപ്പോൾ, അതിൻ്റെ തിളക്കം കണ്ടപ്പോൾ പുള്ളി അതാരും കാണാതെ അടിച്ചു മാറ്റി കിറ്റിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് കർത്താവ് പറഞ്ഞ ശാപം നിങ്ങളുടെ ഇടയിലുണ്ട്, അനധികൃതമായത് നിങ്ങളുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടുകൂടെ എന്ത് ചെയ്യത്തില്ല? ദൈവം നമ്മളോടുകൂടെ വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാ കൂടെ വസിക്കുക? പിശാചാണ്. അപ്പോൾ ആ വീട് നിർഭയ വസതി അല്ലാതെയായി മാറും. ചില മുറി കിടന്നാൽ ചാടി എഴുന്നേൽക്കുന്നു, ഞെട്ടി ഉണരുന്നു, പിശാചി വന്ന് തോണ്ടി വിളിക്കുന്നു, അലറിക്കൊണ്ട് എഴുന്നേൽക്കുന്നു. ഭയങ്കര പ്രശ്നങ്ങളാണ്. രോഗം മാറുന്നില്ല, കടക്കണി മാറുന്നില്ല, മൃഗ സമ്പത്ത് ഓരോന്നോരോന്ന് പടഞ്ഞു വീണ് ചാകുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ദോഷങ്ങളുണ്ട്. ഒരു ശുദ്ധീകരണം അനിവാര്യമാണ്. എങ്കിലേ വീടെന്തോ ആവുകയുള്ളൂ, നിർഭയ വസതിയാവും. അടുത്ത വാക്യം, അടുത്ത പദം ഏതായിരുന്നു നോക്കിക്കേ. സ്വൈര്യമുള്ള വിശ്രാമസ്ഥലം. എന്തോ വേണം നമ്മുടെ വീടിന്? സ്വൈര്യത വേണം. എത്ര പേർക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് സ്വൈര്യത ഉണ്ടെന്ന്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? വീടിന് സ്വൈര്യതയുണ്ടോ? ഈ ഉലകം ചുറ്റി യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ വല്ലപ്പോഴും ഒക്കെ മാസത്തിൽ 30 ദിവസം വീട്ടിൽ കാണത്തില്ല. 7-10 ദിവസം കാണും വീട്ടിൽ അത്താഴം ഉണ്ണാൻ. അത് രാത്രി വളരെ വൈകിയാണ് വരിക. ഇന്നിപ്പോൾ രാത്രിയിൽ എപ്പോഴാണ് വീട്ടിലെത്തുകയെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞും വൈകിട്ട് എനിക്ക് വേറൊരു മീറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലെത്താൻ. അപ്പം മിക്ക രാത്രികളിലും 2 മണി 3 മണിയൊക്കെ നമ്മുടെ വീട്ടിലെത്തുക. പക്ഷെ ഒരു കാര്യം എനിക്ക് തുറന്നു പറയാൻ പറ്റും, ഈ ചെല്ലുന്നിടത്തൊക്കെ ഭയങ്കര അക്കോമഡേഷനുണ്ട്. AC റൂം ഉണ്ടായിരിക്കും. അതുപോലെ ഒരു റൂം മൊത്തം നമുക്കിങ്ങനെ തരിക, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ചായ വേണോ, ചൂടുവെള്ളം വേണോ, തണുത്ത വെള്ളം വേണോ, ഇതൊക്കെ ചോദിക്കാൻ ആളുകൾ പടപെടാന്നുണ്ട്. കാരണം ഗസ്റ്റ് പാസ് ആയതുകൊണ്ട് ഭയങ്കര ഫെസിലിറ്റിയാണ്. പക്ഷെ എന്തെല്ലാം അനുഭവിച്ചാലും വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരു സ്വൈര്യതയുണ്ടല്ലോ, അതുപോലെ എങ്ങൊന്നും കിട്ടത്തില്ല. ട്രെയിനെ യാത്ര ചെയ്ത്, ബസ് യാത്ര ചെയ്ത്, കുഞ്ഞുങ്ങൾ വന്ന് കാറെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുചെന്ന്
മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരാശ്വാസം അത് ഭയങ്കരമാണ്. എന്താണെന്നറിയത്തില്ല, ആ ഒരു വൈബ് എന്താണെന്നറിയില്ല. നിങ്ങളെല്ലാം അത് അനുഭവിക്കുന്നതാണെന്ന് എനിക്കറിയാം. അപ്പം നമ്മുടെ വീട് എന്തോ ആയിരിക്കണം? സ്വൈര്യതയുള്ളതാകണം. സ്വൈര്യതയുള്ളതാണ്. കുടുംബ സംഗമത്തിൽ വീടിൻ്റെ സ്വൈര്യത നഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പറയാം. 4 കാരണങ്ങളുണ്ട്. വീടിൻ്റെ സ്വൈര്യത നഷ്ടപ്പെടാൻ 4 കാരണങ്ങൾ. അത് പഠിച്ച് നമുക്ക് പോകണം. ഏറ്റവും ഒടുവിൽ പാസ്റ്റേഴ്സിനോടും കൂടെ ചിലത് പറഞ്ഞ്, യുവജനങ്ങളോടും കൂടെ ചിലത് പറഞ്ഞ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കും. ഈ 4 കാര്യങ്ങളൊന്ന് പറഞ്ഞു, ഒന്ന് ചിന്തിച്ചു. സ്വൈര്യത നഷ്ടപ്പെടുന്നതിൻ്റെ 4 കാരണങ്ങൾ. വീടെന്തോ ഉള്ളതായിരിക്കണമെന്ന സ്വൈര്യത. സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് സ്കൂൾ മുതൽ വീട് വരെ ഓടിയ പഴയ കാലം ഓർമ്മയുണ്ടോ നമുക്ക്? ഇപ്പോഴല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ ബസ്സേ വന്നിറങ്ങുന്നേ അല്ലേ? സ്കൂൾ ബസ്സേ വന്നിറങ്ങുന്നതൊക്കെ, സ്കൂൾ ബസ്സിന് പോകുന്നതൊക്കെ. നമ്മൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. മഴ നനഞ്ഞ് വാഴയിലേയും ചൂടി അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു. ഓർക്കുന്നുണ്ടോ? അത് ഓർക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇവർക്ക് സ്കൂബി ബാഗും പോപ്പിക്കൂട എന്തെല്ലാം സംവിധാനങ്ങളാണ്. നമുക്കന്നൊന്നും ഇല്ല. സ്കൂബിയുടെ ബാഗുണ്ടോ, ഒരു കറുത്ത റബ്ബറുണ്ട്, ഓർക്കുന്നുണ്ടോ വെച്ചാൽ? കറുത്ത റബ്ബർ അതങ്ങോട്ട് വലിച്ചു വെച്ച് പുസ്തകം എല്ലാം കൂടെ കയറ്റി അതിനകത്തോട്ട് ചോറ്റ് പാത്രം വെച്ച് ഒരൊറ്റ പോക്കാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ ഇത്. സ്കൂളിൽ നിന്ന് വരിയായിട്ട് ഇറങ്ങണമെന്നൊന്നുമില്ല. ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവരെ നമ്മൾ മിക്കവാറും എല്ലാവരും വരിയായിട്ട് ഇറങ്ങണമെന്നില്ല. അവസാനം ഒരു പാട്ടുണ്ട്, ദേശീയ ഗാനം. ഏതാ? ജനഗണ. അത് പാടി അവസാനിപ്പിക്കുമ്പം ജയ ഹേ ജയ ഹേ ജയ ഹേ, ഒടുവിൽ ജയ 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 ഹേ. ആ ജയ ഹേ എന്നുള്ള അവസാനത്തെ എടുപ്പ് 3 എണ്ണമാണ്. അതിൽ 1 ക്ലാസ് മുറിയിലും, അടുത്തത് വരാന്തയിലും, അടുത്തത് മുറ്റത്തും. ജയ ജയ ഹേ എന്നുള്ളത് വീട്ടിലോട്ടുള്ള ഇടവഴിയിൽ കൂടെ പാടിക്കൊണ്ട് ഓടുകയാണ്. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ആ സ്കൂൾ കാലം അല്ലേ? പക്ഷെ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമുക്ക് എന്തുവാണ്? ഒരു സമാധാനം. എന്തോ ഉണ്ട് അവിടെ? അന്ന് ഒന്നുമില്ല. രാവിലെ കഴിച്ചിട്ട് പോയ കപ്പ ചൂടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ? മരിച്ചീനി അത് ചൂടാക്കി പോയി, അല്ലാതെ വേറെ എന്താണുണ്ടോ? ചിലപ്പോൾ പിന്നെ മമ്മി, അന്നത്തെ മമ്മിമാരെന്നൊക്കെ പറഞ്ഞാൽ കളിപ്പീരിൻ്റെ ആശാട്ടികളാണ്. അവരൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. കളിപ്പീരിൻ്റെ ആശാട്ടി അന്നൊക്കെ ദാരിദ്ര്യമുള്ള കാലം. എൻ്റെ ചെറുപ്പം ഞാൻ ഓർക്കുന്നുണ്ട്. 2ലും 3ലും 4ലും 5ലും ഒക്കെ പഠിക്കുന്ന കാലം, ഒരു മഴയത്തെ കാലം. അന്ന് കഴിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. പക്ഷെ മുറ്റത്തോട്ട് കയറി വരും, ഈ പുസ്തകം കെട്ടുമൊക്കെ ആയിട്ട് മുറ്റത്തോട്ട് ഓടിക്കയറി വരുമ്പം ഇറച്ചിയുടെ മണം. അയ്യോ, ഇറച്ചി വാങ്ങിച്ചു. പെങ്ങളെയും കൂടെ വിളിച്ച് കയറ്റി ഓടിച്ചെന്ന് പുസ്തകം കെട്ട് എങ്ങോട്ടേലും ഇട്ടിട്ട് കൈയും കഴുകി വന്ന് ചമ്പ്രം പടിഞ്ഞിരിക്കുക. മമ്മി വിളമ്പ്. കപ്പ അങ്ങോട്ട് വിളമ്പിട്ട് അതിൻ്റെ മീതെ ചിരട്ടത്തവയ്ക്ക് കറി അങ്ങോട്ട് ഇടും. ഇറച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്തുവാണെന്നറിയാമോ? ചക്കയുടെ കൂഞ്ഞ്. അത് ഇറച്ചി മസാല ഇട്ട് കറി വെച്ചതിൻ്റെ മണം ആ വാർഡ് മുഴുവനും. മമ്മി ഭയങ്കര പാചകക്കാരിയായിരുന്നു. ചക്കയുടെ കൂഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? എന്തുവാ അത്? അതിൻ്റെ ആ നടുക്കത്തെ സാധനം. അതങ്ങോട്ട് ഇറച്ചി അരിയുന്ന പോലെ അങ്ങോട്ട് ചതുര കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് ഇത് ഇറച്ചി മസാല ഇട്ട് അങ്ങോട്ട് കറി വെച്ച വാർഡ് മുഴുവനും ചാക്കോ പാസ്റ്റർ വീട്ടിൽ ഇറച്ചി വാങ്ങിച്ചെന്നുള്ളതായി. കഴിക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയൂ ഇത് ഇറച്ചി അല്ലെന്നുള്ള വിവരം. പക്ഷേ എന്നെ ടേസ്റ്റായിരുന്നറിയാം. ചുമ്മാ ഒരു പിറ്റാത്തിയും കൊണ്ട് പറമ്പിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് കയറി വരുമ്പോഴത്തേക്ക് മത്തേല ചൊരയില അത് ഇതെന്ന് പറഞ്ഞ് കറി വയ്ക്കാനുള്ളൊരു വലിയ പച്ചക്കറി കടയുമായിട്ടാണ് വീട്ടിലോട്ട് കയറി വരുന്നത്. ഇന്നത്തെ കറിക്കൊന്നും ആ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പം ഈ ചക്കക്കുരുവും ചക്കയുടെ കൂഞ്ഞും ഒക്കെ ഇറച്ചിക്കറിയാണെന്നൊക്കെ പറഞ്ഞുള്ള ആ പരുവത്തിൽ അതിന് മണം വരുത്തി കറി വയ്ക്കുന്ന ആ അമ്മയുടെ വൈദഗ്ധ്യം കൊണ്ടാണ് കളിപ്പീരിൻ്റെ ആശാട്ടി എന്ന് ഞാൻ പറഞ്ഞത്. പോർക്കട്ട പാവം. അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഉണ്ട്. മണം കേൾക്കുമ്പോൾ വേറെ എന്തോ ആണെന്ന് തോന്നിപ്പോവും. കഴിക്കുമ്പോഴാണ് നമുക്ക് ഇത് നമ്മുടെ കൂടെയുള്ള സ്ഥിരം സാധനമാണെന്നുള്ളത് മനസ്സിലാകും. കപ്പയ്ക്കൊക്കെ വേറെ ഭാഷനൊക്കെ വരുത്തി ഒക്കെ കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയാണെങ്കിൽ പോലും വീട്ടിലെത്താനൊരു തിടുക്കമായിരുന്നില്ലേ? വീട്ടിലെത്തുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ ചോദിക്കുക മമ്മി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇന്നെത്ര അടി കിട്ടി, 80 ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സൗഹൃദമാണ് അതൊക്കെ. ഇന്നത്തെ കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ യൂട്യൂബ് നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കും പടപടാന്ന്. അവർക്കറിയാം ഇത് യൂട്യൂബ് സാധനമാണെന്നുള്ളത്. കാരണം മമ്മിക്ക് ഈ വൈദഗ്ധ്യം ഇല്ലെന്നറിയാം. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചെങ്കിൽ എന്തിൻ്റെ ആയിരിക്കും? കഴിഞ്ഞ ദിവസം ഒരു മോൻ ചോദിച്ചു, മമ്മി ഇത് കഴിച്ചായിരുന്നോ? കഴിച്ചു. എത്ര നേരമായി? 1.5 മണിക്കൂറായി. എന്നാൽ ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് മമ്മി ജീവനോടുള്ളത് കൊണ്ട് ഞാൻ എന്തോ ചെയ്യാം? കഴിക്കാമെന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ. അവർ സമ്മതിക്കത്തില്ല ഇതൊന്നും. ഓക്കെ. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ കിട്ടുന്നൊരു വൈബില്ലേ, അത് ഭയങ്കരമാണ്. അങ്ങനെ ആ വൈബ് എല്ലാവർക്കും കിട്ടണമെങ്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറുന്ന അപ്പൻ, അതുവരെ ഭർത്താവിൻ്റെ വരവുമായി കാത്തിരിക്കുന്ന ഗ്രഹനായിക, ടി വിയുടെ മുമ്പിലോട്ട് മാത്രം നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തോണ്ടിയിരിക്കുന്ന പിള്ളേർ. നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണ്ടോ നിങ്ങൾ? മമ്മിമാരൊക്കെ ശ്രദ്ധിച്ചോണം. അപ്പം കയറി വരുമ്പോൾ ഒന്ന് എഴുന്നേക്കത്ത് പോലും ഇല്ല.
TV ഒന്ന് ഓഫ് ചെയ്തിട്ട് പപ്പയുടെ അടുക്കൽ ഓടിച്ചെന്നിട്ട്, പപ്പ എങ്ങനെ ഉണ്ടായിരുന്നു, എവിടെ ആയിരുന്നു, മഴ നനഞ്ഞോ എന്നൊക്കെ ചോദിച്ചൊരു സൗഹൃദം, ഒരു സംഭാഷണം ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്കില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അലച്ച് കെട്ടി നെഞ്ചോട്ടങ്ങ് വീഴുകയാണ്. മനസ്സിലേ? അപ്പൻ ആ മുറ്റത്തുനിന്ന് പൊക്കി എടുത്തുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ആ പടം അങ്ങനെ കാണുന്നത് ഗൾഫിൽ നിന്ന് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. എന്നും ജോലി കഴിഞ്ഞ് വരുന്ന അപ്പനെ അങ്ങനെ ആശ്ലേഷിക്കുന്ന പിള്ളേരില്ല ഇപ്പം. മനസ്സിലായോ? കാരണം ഗൾഫിൽ നിന്ന് വരിക ആയതുകൊണ്ട് പെട്ടി പൊട്ടിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ടുള്ള പ്രകടനമൊക്കെയാണ്. കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ഇൻറ്റിമസി എവിടെയോ പണയപ്പെട്ടു പോയ ഒരു കാലത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ ഓർത്തോണം അപ്പനോടുള്ള സൗഹൃദം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കയറി വരുന്ന പറഞ്ഞാൽ പല വീടുകളിലും കയറി വരുന്ന അപ്പനെ ആദരിച്ചുകൊണ്ടൊന്ന് എഴുന്നേക്കാനോ TV ഒന്ന് ഓഫ് ചെയ്തിട്ട് അപ്പനോട് സംസാരിക്കാനോ പറ്റുന്നില്ല. അപ്പനിങ്ങോട്ട് കയറി മോനെ എന്നാ ഉണ്ട്, ഓ എന്ന് പറഞ്ഞ് അവൻ TV ഒന്ന് കണ്ടെടുക്കാതെ തന്നെ അപ്പനോട് മറുപടി. ഈ വ്യഞ്ജനാക്ഷരം കൊണ്ട് വീട്ടിൽ സംസാരിക്കുന്ന പിള്ളേർ കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. വ്യഞ്ജനാക്ഷരം എന്ന് പറഞ്ഞാൽ ഏതാ പാസ്? എന്താ വ്യഞ്ജനാക്ഷരം? കൈക ഗൈഗ ചൈജ ജൈജ ഞാൻ ഡൈറ്റ ഡൈഡണ, ഇതൊക്കെയാണ് ഏത്? വ്യഞ്ജനാക്ഷരം. ഇപ്പോഴത്തെ പിള്ളേർക്ക് വ്യഞ്ജനാക്ഷരം ഇല്ല, സ്വരാക്ഷരമാണ്. സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ ബബിൾ സൗണ്ട്. ആ ആ ഈ ഊ ഊ. എടാ നീ അറിഞ്ഞായിരുന്നോ? നീ യോഗത്തിന് പോകുന്നോ? ഓ. ഈ ആയു ഓയു ഊ. കാരണം ഇവൻ്റെ കണ്ണും മനസ്സും എല്ലാം ഏതിനകത്താണ്? മൊബൈലിൻ്റെ ഡിസ്പ്ലേയിലാണ്. വാട്സപ്പിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ ഇവൻ ഇങ്ങനെ പറന്ന് കളിക്കുക. അതിനിടയ്ക്ക് അമ്മ ചോദിക്കുന്ന ചോദ്യത്തിനും അപ്പൻ ചോദിക്കുന്ന ചോദ്യത്തിനും പാസ്റ്റങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനും ഈ സ്വരാക്ഷരമല്ലാതെ മറുപടിയില്ല വേറെ. അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് വരുമ്പോൾ സ്വൈര്യത നഷ്ടപ്പെടുന്നതിനുള്ള കാരണങ്ങൾ 1, 2, 3, 4 എഴുതിക്കൂ. സ്വൈര്യം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് ഒരു ഹെഡിങ് എഴുതിയിട്ട് വേണം എഴുതാൻ. ഒന്നാമത്തേത് ഭർത്താവിൻ്റെ ഭോഷത്വം, ഗ്രഹനാഥൻ്റെ ഭോഷത്വം. 1 ശമൂവേൽ 25:25 അതിൻ്റെ വാക്യം. 2 ശമൂവേലാണെന്ന് തോന്നുന്നു. അതെ, 2 ശമൂവേൽ 25:25. ഒന്ന് വായിച്ചേ. അവൻ്റെ പേര് നാബാൽ എന്നല്ലയോ, ഭോഷത്വം എന്നല്ലേ അതിൻ്റെ അർത്ഥം? 25:25. 1 ശമൂവേൽ 25. 1 ശമൂവേൽ 25:25 വാക്യം ഇല്ലേ? ഉണ്ട്, വായിച്ചേ. ആ ആ ആ ആ ആ ഭോഷത്വമത്രേ അതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെ എഴുതിക്കോണം. ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ വീട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അപ്പൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ്. ഭോഷനാണെങ്കിൽ ആ വീടിനെന്തോ ഇല്ല, സ്വൈര്യതയില്ല. ഗ്രഹനാഥൻ ഒരിക്കലും ഭോഷനാകാൻ പാടില്ല. കുടുംബസംഘമായതുകൊണ്ട് തുറന്നു പറയുക, ഗ്രഹനാഥൻ കാര്യക്ഷമതയുള്ള, ബുദ്ധിശാലിയായ, കൂർമ്മബുദ്ധിയുള്ള, ക്രാന്ത ദർശനമുള്ള വ്യക്തിയായിരിക്കണം. തൻ്റെ ഭാര്യയുടെ ആരോഗ്യം, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ പഠനം, അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക നന്മ, ഈ വീടിന് മറ്റ് വീടുകളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം മുൻ കണ്ടുകൊണ്ട് ക്രാന്ത ദർശനത്തോടെ കരുക്കൾ നീക്കുന്ന വ്യക്തിയായിരിക്കണം ആര്? ഇവിടെ വരുന്ന അതിഥികൾ, അവരെ സ്വീകരിക്കുക, അവരെ സൽക്കരിക്കുക, അവരോട് ഇടപെടുക, ഇതെല്ലാം ഭർത്താവിൻ്റെ ക്രാന്ത ദർശനമാണ്. ആ ക്രാന്ത ദർശനം ഇല്ലാത്ത ഒരു ഭർത്താവിനെയാണ് സ്വന്തം ഭാര്യ ജാമ്യം നിൽക്കുക. എൻ്റെ സാറേ, എൻ്റെ ഭർത്താവ് ഭോഷനല്ലേ, അവൻ്റെ പേര് നാബാലെന്ന് പറഞ്ഞാൽ ഭോഷനെന്ന് തന്നെ അർത്ഥം. ആ സംഭവം അറിയാമോ എല്ലാവർക്കും? എന്താ എൻ്റെ പശ്ചാത്തലം? വാട്ട് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട്? ദാവീദ് വിശന്ന് കാട്ടിലൂടെ നടക്കുമ്പം കഴിക്കാനൊന്നുമില്ല. അപ്പോഴാരോ പറഞ്ഞു, നാബാലിൻ്റെ വീട്ടിൽ ആടുകൾ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ട്. അത് കേട്ട ഉടനെ ദാവീദ് എന്തോ ചെയ്തു, തൻ്റെ സ്നേഹിതർ 2-3 പേരോട് എന്ന് പറഞ്ഞു, ദാവീദും കൂട്ടരും കാട്ടിലുണ്ട്, വിശന്നിരിക്കുകയാണ്, ഈ അടിയന്തരത്തിൽ നിങ്ങൾ വെച്ചുണ്ടാക്കിയ ഭക്ഷണം വല്ലതും എന്തോ ചെയ്യണം, കൊടുത്തു വിടണം. നാബാല് ഇത് കേട്ടിട്ട് പറഞ്ഞു, ദാവീദാരാ ഞാൻ മാനിക്കാൻ, അവൻ്റെ പണി നോക്കാൻ പറ, ഇവിടെ ഉണ്ടാക്കിയതൊന്നും അവന് കൊടുക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് ആ വന്നവരെ, ഭക്ഷണത്തിന് വേണ്ടി വന്നവരെ എന്തോ ചെയ്തു, ആക്ഷേപിച്ച് മടക്കി അയച്ചു. അവർ ഇന്ന് അതുപോലെ പറഞ്ഞു. ദാവീദ് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് അവനെ ഒന്ന് പോയി കാണാം, വിശന്നിരിക്കുകയല്ലേ, വിശപ്പുള്ളപ്പോൾ ഉള്ള ദേഷ്യം പറയണോ, എന്നാൽ നമുക്ക് അവനെ പോയി നേരിട്ടെന്ന് കാണാമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ പടപടാന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ആരോ പറഞ്ഞു, ഈ പുള്ളിക്കാരോട് എന്ന് പറഞ്ഞു, ആൻറ്റി ഇതുപോലെ ദാവീദിൻ്റെ ആളുകളോട് വന്നായിരുന്നു, മുതലാളി ഒന്നും കൊടുക്കാതെ അവരെ വിട്ടുവെന്ന് മാത്രമല്ല ആക്ഷേപിച്ച വിട്ടത്, മിക്കവാറും പുള്ളി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അയ്യോ ആണോ, ഞാൻ അറിഞ്ഞില്ലല്ലോ സംഭവം. അവൾ വന്ന് വീടിനും വഴിക്കുമിടയിൽ വന്ന് ഇങ്ങനെ കാത്തു നിൽക്കുമ്പം ദാവീദ് പരിവാരമായി വരികയാണ്. വിശന്നിട്ടുള്ള ദേഷ്യത്തോടുള്ള വരവ കണ്ടപ്പോഴേ മനസ്സിലായി, വല്ലോ ഇന്ന് ഒപ്പിക്കും. ഓടിച്ചെന്ന കാലിലോട്ട് അങ്ങ് വീണു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഭോഷന, കാര്യക്ഷമതയില്ലാത്തവനാ. അവിടെ നയിച്ചവരെ അടിയൻ കണ്ടിരുന്നില്ല, തിരക്കിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. അവർ വന്നിട്ട് അദ്ദേഹവുമായി സംസാരിച്ച് മടങ്ങിപ്പോയി. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഭോഷത്വം എന്നോട് ക്ഷമിക്കണമേ.
ഇവിടെ ഭാര്യമാരെല്ലാവരും ശ്രദ്ധിക്കണം. ഭർത്താവിൻ്റെ ഭോഷത്വത്തിന് ജാമ്യം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഭർത്താവ് അത്ര വലിയ ബുദ്ധിമാനാണെന്ന് ചിന്തിക്കരുത്. ഏറ്റവും നല്ല ആലോചന നിങ്ങളുടെ കയ്യിലുണ്ട്. അത് സൗമ്യമായ ഭാഷയിൽ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യമാക്കണം. ആ തെറ്റിൽ നിന്ന് തിരുത്താൻ കഴിയണം. ഭർത്താക്കന്മാരെല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളാണ് അവസാന വാക്കെന്ന പിടിവാശി കളയണം. ഭാര്യയോട് സംസാരിക്കണം. അവരുടെ ഉണ്ട് ഏറ്റവും സൂപ്പർ ഐഡിയ. അത് നമ്മൾ തിരിച്ചറിയണം. എന്തു ചെയ്യണം? ഒരുമിച്ച് ചിന്തിക്കണം. മക്കളുടെ കൂട്ടത്തിലല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൊരു നേരത്ത് ഒരുമിച്ച് നമ്മളതിനെക്കുറിച്ച് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കണം. ഇത് ഞാനാണ് ഭർത്താവെന്ന് പറഞ്ഞ് നമ്മൾ മാത്രം നടപ്പിൽ വരുത്തുന്ന ചിലത് ന്യായമല്ലാതെ വരും, അന്യായമാകും. എൻ്റെ ഒരു അനുഭവം പറയാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്നെ കുറ്റപ്പെടുത്തുമ്പോഴേ. രാവിലെ ഞാൻ അത്യാവശ്യം പഠിച്ചുകൊണ്ടിരിക്കുക, ബൈസ്കൂളിൽ പഠിപ്പിക്കാൻ പോകണം. അപ്പോൾ അതിന് നോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പം കുളിക്കടവ് എന്ന് പറഞ്ഞാൽ കിണറ്റിൻ്റെ അവിടെ രണ്ടാം പിള്ളേരല്ലേ, രണ്ടെണ്ണം കൂടെ കിടന്ന് എന്നും ബഹളമാണ്. ഞാൻ ഓടി ചെല്ലുമ്പം ഒന്നുകിൽ സോപ്പിന് വേണ്ടി പിടിയായിരിക്കും, അല്ലെങ്കിൽ തോർത്തിന് വേണ്ടിയായിരിക്കും. അനിയൻ പറയും ഞാൻ തേച്ചിട്ട് അച്ചാച്ചന് സോപ്പ് തരാം. അവൻ പറഞ്ഞാൽ നീ തേച്ചതിൻ്റെ ബാക്കി എനിക്ക് വേണ്ട, ഞാൻ തേച്ചിട്ട് നിനക്ക് തരാം. ഇതിനു വേണ്ടിയുള്ള പിടിയാണ്. അവസാനം രണ്ടുപേരും കൂടെ സോപ്പിന് പിടിയുണ്ടായി. സോപ്പ് തന്നെ തെറിച്ച് മണലിനകത്ത് വീണ് പിന്നെ മണൽ കഴുകി കളഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ തന്നെ തേച്ച് കുളിപ്പിച്ച് കയറ്റിവിടുക. അങ്ങനെ ഒരു ചെറുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പരിഷ്കാരം തോന്നി, രണ്ടുപേർക്കും 2 സോപ്പ് വാങ്ങിച്ചു കൊടുത്തേക്കാം. 2 സോപ്പ് വാങ്ങിച്ച് 2 തോർത്തും വാങ്ങിച്ച് 2 പേർക്കും കൊടുത്തു. വഴക്കുണ്ടാക്കരുത്, രണ്ടുപേരും മര്യാദയ്ക്ക് ബഹളം കേൾക്കരുത് ഇവിടെ. ഇപ്പോൾ 2 പേർക്കും 2 സോപ്പ്. വലിയ സന്തോഷമായി. പിറ്റേ ദിവസം രാവിലെ കൊണ്ട് സോപ്പിന് വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കി. ഞാൻ ചെന്ന് നോക്കുന്നു പറഞ്ഞാൽ ഒരു സോപ്പിന് കിടന്ന് പിടിക്കുക 2 പേരോട്. ഞാൻ പറഞ്ഞാൽ നിനക്ക് ഞാൻ സോപ്പ് വാങ്ങിച്ചു തന്നെ, അത് തന്നു. അതിൻ്റെ അത് മമ്മി എടുത്ത് വെച്ചേക്കുക. ഞാൻ വരുത്തിയൊരു പരിഷ്കാരം എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ അതിനെ അസാധുവാക്കിയ പുള്ളിക്കാരി ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അടുക്കളയിലോട്ട് ചെന്നു. ഇനി ഞാൻ അമ്മമാർക്ക് 2 സോപ്പ് വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നു, 2 തോർത്ത് വാങ്ങിച്ചു, അത് കൊടുത്തു. എന്നിട്ട് എന്ത് അതോടെ ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കും. അതെന്നാ അവർ ഒരു സോപ്പിട്ട് കുളിക്കട്ടെ. നിങ്ങൾ ഇന്ന് അവർക്ക് 2 സോപ്പ് വാങ്ങിച്ചു കൊടുത്തു, നാളെ 2 വീട് വെച്ച് കൊടുക്കുമോ? നാളെ 2 റൂം പണിത് കൊടുക്കുമോ കിടന്നുറങ്ങാൻ? നമ്മുടെ 2 കുഞ്ഞുങ്ങൾ ദൈവം തന്നതല്ലേ. അവർ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കണം, ഒരു കട്ടിലിൽ ഉറങ്ങണം. കല്യാണം കഴിയുമ്പോൾ അവർ 2 മുറിയിലോ 2 വീട്ടിലോ പൊക്കോട്ടെ. അതുവരെ നമ്മുടെ മുമ്പിൽ അവർ ഒന്നായി വളരണം. അനിയൻ തേച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ തേച്ചാൽ മതി, അല്ലെ ചേട്ടൻ തേക്കുന്നതിന് പനി അനിയൻ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു സഹനത്തിലേക്ക് അവരെ കൊണ്ടുപോവാ. വലിയ പാസ്റ്റർ എബി ഇബ്രാഹിം കൺവെൻഷൻ പ്രസംഗൻ എന്നൊക്കെയുള്ള സകല പത്രാസും അടിയറ വെച്ച് നീ ആ ശരിയെന്ന് ഞാൻ സമ്മതിക്കേണ്ടി വരും. നമ്മുടെ തിയോളജി എല്ലാം കൂടെ ഇവരുടെ കാൽക്ക് കൊണ്ട് വെക്കേണ്ടതായിട്ട് വരും. നമ്മളെ ഭയങ്കര ബുദ്ധിരാക്ഷസനെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ആശയം മാത്രം പ്ലാൻ ചെയ്യരുത്. ഏറ്റവും സൂപ്പർ ഐഡിയ ചിലപ്പോൾ ഇവർ പറയുന്നതായിരിക്കും, നമ്മൾ പറഞ്ഞത് മണ്ടത്തരമായിരിക്കും. അവസാനം ഇവരൊരു ഒരു 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 കൊടി പാറിച്ച് ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞ അത് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെയും കലിപ്പുണ്ടാകും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പരസ്പര ധാരണയോടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രം. ഇവിടെ നാബാൽ എന്ന് പറയുന്ന ഭർത്താവിൻ്റെ ഭോഷത്വം, ഗ്രഹനാഥൻ ഭോഷനായാൽ അബദ്ധങ്ങളുണ്ടാവും. നമ്മുടെ സാമ്പത്തികത്തിൻ്റെ നിലപാടൊക്കെ മനസ്സിലാക്കി വേണം ലോൺ എടുക്കാൻ. ലോൺ എടുത്ത് വാരിക്കൂട്ടി വെച്ചിട്ട് അവസാനം ഒരു അറ്റാക്ക് വന്ന് നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ ലോണിൻ്റെ ഭാരമെല്ലാം കൂടെ ആരുടെ പെടലിക്കാണ് വരുന്നത്? ഭാര്യയുടെ മക്കളെ. വീട്ടിൽ രാജ്ഞിയെപ്പോലെ കഴിയേണ്ടവൾ പിന്നെ തൊഴിലുറപ്പിനിറങ്ങേണ്ടി വരും. പഠിക്കാൻ ബാംഗ്ലൂരോ പൂനെയിലോ താനയിലോ പോയ മോള് പഠിത്തം നിർത്തി പിന്നെ വീടിനെ പോറ്റേണ്ടി വരും. അപ്പൻ വരുത്തി വെച്ച കടം വീട്ടാൻ. ഭോഷനായ അപ്പനാ കടം വാങ്ങിക്കുന്നത്. ഒരു ബാങ്കുകാരുമായിട്ട് നമുക്കൊരിടപാടും ഉണ്ടാകരുത്. കാരണം എപ്പോഴാണ് നമ്മളെ തിരികെ വിളിക്കാമെന്ന് പറ്റില്ല. ഈ നടന്നു പോകുന്ന പോക്കിൽ എപ്പോഴാണ് നമ്മൾ തിരികെ വിളിക്കപ്പെടുന്നത്? കം ബാക്ക്, കയറിപ്പോരെ, മതി നിൻ്റെ ഇടപാട് ഭൂമിയിൽ, ഇങ്ങ് കയറിപ്പോരെ എന്ന് വിളിച്ചാൽ കടം വീട്ടിട്ടല്ല വിളിക്കുന്നത്. കടത്തോടുകൂടെ നമ്മൾ കയറിപ്പോകേണ്ടി വന്നാൽ ഭാര്യയുടെ അവസ്ഥ, മക്കളുടെ അവസ്ഥ മനസ്സിലാക്കണം. ഭോഷനാകരുത് ഗ്രഹനാഥൻ ഒരിക്കലും. അഥവാ കടം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടുമെന്നുറപ്പ്. എന്തോ ഉറപ്പാണ് നമുക്കുള്ളത്? ഒരു ഉപദേശി കടമെടുത്തു, അറിയാമോ വിവരം? കടമെടുത്തു, ഭയങ്കര കടം, വീട്ടാൻ പറ്റാതെ വന്നു. പുള്ളി 2-3 പ്രാവശ്യം ചോദിച്ചു. ഈ പുള്ളിക്ക് അറ്റാക്ക് വന്ന് പുള്ളി തട്ടിപ്പോയി. മരണം കഴിഞ്ഞ് വിലാപകാലത്തിനും കടം കൊടുത്ത മുതലാളി വന്ന് കണ്ട് ആശ്വസിപ്പിച്ചിട്ടൊക്കെ പോയി. വിലാപകാലം കഴിഞ്ഞ് പുള്ളി ഒരു വരവ് വന്നപ്പോൾ സഹോദരി കരഞ്ഞോണ്ടിറങ്ങി വന്നു. ഞാൻ ഫ്യൂണറിലൊക്കെ വന്നായിരുന്നു. അയ്യോ കണ്ടു സാറേ, ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ വന്നത് അതിന് വേണ്ടിയല്ലല്ലോ, ഞങ്ങൾ തമ്മിലൊരു സാമ്പത്തിക ബാധ്യതയുണ്ട്, അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു? അയ്യോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അത് വീട്ടാനാ പ്ലാന്?
എൻ്റെ സാറേ എനിക്ക് അല്പം കൂടെ അവധി തരണം. ഇങ്ങനെ 1-2 പ്രാവശ്യം പുള്ളി വന്നപ്പോഴൊക്കെ അവധി പറഞ്ഞ് പുള്ളി വിട്ടു. ഒരു പ്രാവശ്യം പുള്ളി ഒരു വരവ് വന്നു. ഇനി അവധി കേൾക്കാനല്ല ഞാൻ വന്നത്, എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ. സാറേ ഒരു നിർവാഹമില്ല, ഞാൻ വിധവയല്ലേ, എങ്ങനെങ്കിലുമൊക്കെ തരാൻ വേണ്ടി ഞാൻ സ്വരുക്കൂട്ടുന്നുണ്ട്. നീ സ്വരുക്കൂട്ടിയാൽ അത്രയും വലിയ തുകയൊന്നും തരാൻ പറ്റില്ല, ഞാനതിനൊരു ഉപാധി കണ്ടിട്ടുണ്ട്. എന്താ സാർ? നെഞ്ചു പിടഞ്ഞു പോയി അവൾ. അയാൾ പറഞ്ഞെന്താണെന്നറിയോ? നിൻ്റെ 2 പിള്ളേരെ ഞാൻ കൊണ്ടുപോകുന്നു, നിൻ്റെ 2 ആൺപിള്ളേരെ ഞാൻ കൊണ്ടുപോവുക. നൊന്തുപെറ്റ തള്ളയുടെ നെഞ്ചകം പിടഞ്ഞു പോയി. കുഞ്ഞുങ്ങളെ വാരി അവൾ നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു, ഇല്ല തരത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ തരത്തില്ല. പിന്നെന്താ നിൻ്റെ പദ്ധതി? സാറേ ഇന്നും കൂടെ എനിക്കൊരു അവധി തരാമോ? ഒറ്റ ദിവസത്തെ, ഒരു ദിവസം കൊണ്ട് നീ എന്താ ചെയ്യാൻ പോവുക? സാറേ പ്ലീസ് എൻ്റെ കുഞ്ഞുങ്ങളെ തൊടരുത്, ഇവരെനിക്ക് പൊന്നാണ്, എനിക്ക് ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, നിൻ്റെ ഒരു വാക്കിന് ഞാൻ പോവുകയാണ്, നാളെ ഞാനിവിടെ വരും, എനിക്ക് കാശ് തീർത്ത് കിട്ടണം, പലിശ വേണ്ട, മുതൽ എനിക്ക് തീർത്ത് കിട്ടണം. കുഞ്ഞുങ്ങളെ മുറിക്കകത്തോട്ടിട്ട് കതക് പൂട്ടിയിട്ട് അവൾ അവിടെ നിറൊറ്റ ഓട്ടം ഓടി ചെന്ന് വീണത് പ്രവാചകൻ്റെ കാൽക്കൽ. പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, അവൻ നിൻ്റെ ശിഷ്യനായിരുന്നു, മരിച്ചുപോയി, കടക്കാർ വന്നിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? പിടിച്ചുകൊണ്ട് പോകാൻ പോകും. ആ പ്രവാചകൻ ചോദിച്ച ചോദ്യം മുമ്പേ ഞാൻ ചോദിച്ചത്. അവൻ ചോദിക്കുന്നു, നിൻ്റെ വീട്ടിൽ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന ക്ഷാമകാലത്തും വറ്റിപ്പോകാത്ത ഒരു ഭരണി എണ്ണ അവരുടെ കയ്യിലുണ്ടായിരുന്നു. എത്ര പേർക്ക് അതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാകുന്നുണ്ട്? സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിക്കോട്ടെ, വറ്റാത്തൊരു ഉറവ കണ്ണിലുണ്ടോ? തല വറ്റാത്ത ഒരു വെള്ളമാക്കി സൂക്ഷിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം തരാൻ, നിന്റെ കലശത്തിൽ എണ്ണ നിറഞ്ഞു വരുവാൻ, നീ വെക്കുന്ന പാത്രങ്ങൾ മുഴുവനും നിറയ്ക്കാൻ, കടഭാരങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു ഉടയവൻ ഉയരത്തിലുണ്ട്. വിശ്വസിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അത്ഭുതവാനായ കർത്താവ്, അതിശയവാനായ കർത്താവ്, ഭോഷത്വം കാണിച്ച് കടം വരുത്തി വെക്കരുത് കുടുംബത്തിന്. യെസ്, യേശുവിന്റെ നാമത്തിൽ ചില ഉള്ളങ്ങളോട് ദൈവാത്മാവ് ഇടപെടുന്നുണ്ടെന്ന് പകലിൽ ശക്തമായി നീറുന്ന ചില സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. അത് ഗംഭീരമായി വെളിപ്പെടണം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് സീറോ ബാലൻസിലേക്ക് നിന്നെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രം. നമ്മുടെ ശുശ്രൂഷയും അതിൻ്റെ ഭാവിയും ഒന്നും ഒരു ബാങ്കുകാരൻ്റെ മുമ്പിൽ അടിയറ വയ്ക്കേണ്ടതല്ല. കർത്താവേ, കടം വന്നുപോയി, എടുത്തുപോയി, എനിക്കതിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. പ്രാർത്ഥിച്ചോണം. സർവ്വത്തിനും മീതെ ദൈവമായവൻ എന്ന വാക്യം ഞാൻ തന്നില്ലേ? ആ കർത്താവ് സാമ്പത്തിക പ്രതിസന്ധിക്കും മീതെ ദൈവമാണ്.